ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിംഗ് ആണ്. നമ്മളിന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് കമ്മോഡിറ്റി സെഗ്മെൻറ്റിലാണ്. ക്രൂഡ് ഓയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് നൈറ്റ് 11:30 വരെ ഓപ്പൺ ആണ്. അപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, നോർമലി അവർക്ക് ജോലി കാരണം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു ട്രേഡ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കമ്മോഡിറ്റി സെഗ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രേഡ് എടുക്കാൻ പോകുന്നത് ക്രൂഡ് ഓയിലാണ്. അപ്പോൾ നമുക്ക് ആ ക്രൂഡ് ഓയിലിൽ ഒരു ചാർട്ട് ആദ്യം റീഡ് ചെയ്യണം. ചാർട്ടിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലെവൽസ് എല്ലാം, ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈനെല്ലാം വരച്ച് നോക്കുവാണ്. അപ്പോൾ ഇനിഷ്യലി ഒരു ചെറിയൊരു മൊമെൻറ്റ് അപ്പിലോട്ട് മൂവ് ചെയ്തിട്ട് അതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആ ഒരു ചാർട്ടിലൂടെ കാണാം. അതിനുശേഷം ആ ഒരു ട്രെൻഡ് റിവേഴ്സിൽ വന്നിട്ട് വീണ്ടും ഡൗൺ സൈഡിലോട്ട് ആ ഒരു ചാർട്ട് വരും. അതായത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ട് വീണ്ടും ഡൗൺ സൈഡിലോട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യൂ. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതും സെൽ സൈഡിലോട്ട് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു 1300 രൂപയോളം പ്രോഫിറ്റ് കാണുന്നത്. അത് ഞാൻ ഓൾറെഡി ഒരു ട്രേഡ് എടുത്ത ഇതിൻ്റെ എമൗണ്ടാണ് ആ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത്, ഞാൻ ആദ്യമായിട്ടാണ് കമ്മോഡിറ്റി സെഗ്മെൻറ്റിൽ ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ലിക്വിഡിറ്റി ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രയലിന് വേണ്ടിയിട്ട് ഒരു ട്രേഡ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അതിന് റെക്കോർഡിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. ഇത് രണ്ടാമത് എടുക്കുന്ന ഒരു ട്രേഡാണ്. ഇതിന് കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു വ്യൂവിൽ താഴെ ഞാനൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. അതൊരു റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ചാർട്ടിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് മേളിലും ആ ഒരു സ്വിങ് ഹൈയിൽ നമുക്ക് ഒരു ബോക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ ഒരു ചാർട്ടിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് കൂട്ട് ചെയ്യാം. അതായത് മേളിൽ വരയ്ക്കുന്ന ബോക്സ് റെസിസ്റ്റൻസും താഴെ വരച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് അതിൻ്റെ സപ്പോർട്ടും. ആ ഒരു സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്ത് ചാർട്ട് ഇതുവരെ താഴേക്ക് വീണിട്ടില്ല. അതുപോലെ തന്നെ കുറച്ചധികം നേരമായിട്ട് ആ ക്രിയേറ്റ് ചെയ്ത സ്വിങ് ഹൈയുടെ മേളിലോട്ടും ഈ ഒരു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു രണ്ട് പ്രൈസ് പോയിൻറ്റിനെയും പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നിന്ന് ചാർട്ട്, അതായത് പ്രൈസ് അതിന് മേളിലോട്ടോ അതിന് താഴത്തോട്ടോ മൂവ് ചെയ്യാത്തത്. അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അടുത്ത ഒരു സ്വിങ് ഹൈയിൽ, അതായത് രണ്ടാമത്തെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത സ്വിങ് ഹൈയിൽ നമ്മൾ ഒരു സെൽ സൈഡിലോട്ടൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ആഡ് ചെയ്യുവാണ്. ഇത് അതിൻ്റെ ഉള്ളിലാണ്, അതായത് താഴത്തെ റെസിസ്റ്റൻസിനും താഴത്തെ സപ്പോർട്ടിനും മേളിലത്തെ റെസിസ്റ്റൻസിനും ഇടയിലാണ് ചാർട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഇടയിൽ നിൽക്കുന്ന ഈ ഒരു പീരിയഡിനെ നമ്മൾ റേഞ്ച് എന്ന് പറയും. ഇതിന് മേളിലോട്ടോ താഴത്തോട്ടോ മൂവ് ചെയ്തില്ലെങ്കിൽ ആ മാർക്കറ്റിനെ നമ്മൾ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്നാണ് പറയുന്നത്. സൈഡ് വൈസ് എന്നും പറയും. നമ്മൾക്ക് വ്യൂ താഴത്തേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു സ്വിങ് ഹൈ, ഈ രണ്ടാമത്തെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യാതെ അത് ആ ഒരു പ്രൈസ് അവിടെ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വേണം നോക്കാനായിട്ട്. അപ്പം നമുക്ക് ആ ഒരു സെറ്റപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ നമുക്ക് റെസിസ്റ്റൻസും സപ്പോർട്ടെല്ലാം ജസ്റ്റ് ഒന്ന് എഴുതിയെല്ലാം വയ്ക്കാം. ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു ക്രൂഡ് ഓയിലിൻ്റെ ഓവറോൾ ട്രെൻഡ് നെഗറ്റീവാണ്. താഴത്തേക്കാണ് ആ ഒരു ട്രെൻഡ് കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം സെല്ലേഴ്സ് മാർക്കറ്റിൽ സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളും ആ ഒരു സെല്ലേഴ്സിൻ്റെ കൂടെയാണ് ഇന്ന് പൊസിഷൻ എടുക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺ എ ഹയർ ഫ്രെയിം സെല്ലേഴ്സ് ആർ സ്ട്രോങ്, ബെറ്റർ ഫോക്കസ് ഓൺ എ ട്രേഡ് ഓൺ സെൽ സൈഡ്. നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, പ്ലാൻ ചെയ്യുന്നത് സെൽ സൈഡിലോട്ടാണ്. അത് ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത സ്വിങ് ഹൈ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രേഡ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യാം. സെൽ സൈഡിൽ ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു ബൈ എടുത്തിട്ടുണ്ട് ഞാൻ.
നമുക്കിനി സ്റ്റോപ്പ് ലോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മുന്നേ എടുത്ത ഒരു കോൺട്രാക്റ്റ് തന്നെ ആണ് വീണ്ടും ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. പുട്ട് ഓപ്ഷനിൽ തന്നെ നേരത്തെ എടുത്ത് കംപ്ലീറ്റ് ചെയ്തത് തന്നെ. അപ്പോൾ ജസ്റ്റ് ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ആ ഒരു ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് പോകുമെന്നുള്ളത്. പോകണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്രോബബിലിറ്റി മാത്രമാണത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ആ ഒരു സ്ട്രക്ചർ വൈസ് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു റെഡ് ക്യാൻഡിലെല്ലാം ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് തരാനുള്ളൊരു എമൗണ്ട് ഇന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആസ് യൂഷ്വൽ സ്റ്റോപ്പ് ലോസ് കിട്ടുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് എല്ലാം വീണിട്ടുണ്ടോയെന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഒരു പേടി, എങ്ങാനും സ്റ്റോപ്പ് ലോസ് വീണിട്ടില്ലെങ്കിൽ നമുക്ക് വലിയൊരു ലോസ് വേറേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് പോയി 2-3 വട്ടം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നത്, സ്റ്റോപ്പ് ലോസ് അവിടെ വീണിട്ടുണ്ടോ എന്നുള്ളത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എല്ലാം വീണിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചാർട്ടിലോട്ട് തന്നെ പോവാം. അപ്പോൾ നമ്മളെടുത്ത പ്രോഫിറ്റിൽ നിന്ന് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നമ്മുടെ വ്യൂ ചെറുതായിട്ട് തെറ്റിയോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം. ഇത് പുട്ടിൻ്റെ ചാർട്ടാണ്, ഇതല്ല വേണ്ടത്, നമുക്ക് അതിൻ്റെ ഒറിജിനൽ ചാർട്ടാണ് വേണ്ടത്. ഓക്കെ, ഒറിജിനൽ ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് വലിയ അനക്കമൊന്നും കാണുന്നില്ല. ആ ഒരു ഏരിയയിൽ തന്നെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ട്. വലിയൊരു റെഡ് ക്യാൻഡിൽ ചിലപ്പോൾ അവിടെ ഇപ്പോൾ ഫോം ചെയ്യാം, അല്ലെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വേണമെങ്കിലും ഫോം ചെയ്യാം. ഇങ്ങനെ മാർക്കറ്റ് ഒരു അനക്കം ഇല്ലാണ്ട് കുറച്ച് നേരം നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒന്ന് വരാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഓക്കെ, പയ്യെ ഒന്ന് ഇറങ്ങുന്നുണ്ട്, പക്ഷെ പ്രീമിയം കുറഞ്ഞു വരുന്നതാണ്. ചാർട്ടിൽ ഡൗൺ സൈഡിൽ വരുന്നുണ്ട്, പ്രീമിയം ആണെങ്കിൽ കുറഞ്ഞു വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് നേരമായി. വലിയ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് നമുക്ക് അനുകൂലമല്ലാതെ വീണ്ടും പോകുന്നുണ്ട്. ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് തിരിച്ചു വരും. ആ ഒരു സ്വിങ് ഹൈ ആ ഒരു കവർ ചെയ്തില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. നമ്മുടെ 1300 പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് പോയിട്ടുണ്ട്, വീണ്ടും 510 കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചതിൻ്റെ ഒരു കുഴപ്പമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ്, നല്ല റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അത് പ്രൈസ് അവിടെ ഒന്ന് മൂവ് ചെയ്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടി ആ ഒരു പുട്ട് ഓപ്ഷനിൽ അതേ സെയിം ട്രേഡ് തന്നെ ഒന്നുകൂടി എടുക്കാം, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാം. അതിനുശേഷവും നമുക്ക് എഗെയിൻസ്റ്റ് ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് പോകാം. കാരണം നമുക്ക് നമ്മുടെ വ്യൂ തെറ്റാണ്, നമ്മൾ ഓവർ ട്രേഡ് ചെയ്ത് കിട്ടിയതെല്ലാം നശിപ്പിക്കണില്ല. ഇവിടെ നിന്ന് ഡൗൺ തന്നെ വരേണ്ടതാണ്. കാരണം ആ ഒരു സ്വിങ് ഹൈ അവിടെ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അവിടെ നിന്ന് സെല്ലേഴ്സ് പുഷ് ചെയ്തിട്ടാണ് അത്രയും താഴത്തോട്ട് വന്നിരിക്കുന്നത്. ചെറിയൊരു പുൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും ഡൗൺ സൈഡിലോട്ട് തന്നെ വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന് മേളിൽ ഇനിയും ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് ആ ഒരു സ്വിങ് ഹൈ കട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യാനൊന്നും പോകണ്ട, നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. അപ്പം നമ്മളെന്തായാലും വീണ്ടും ഒന്നും കൂടി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചതിൻ്റെ ഒരു പകപ്പിഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂഷ്വലി വയ്ക്കുന്ന പോലെ ഒരു 10 പോയിൻ്റാണ് വെച്ചത്. ചിലപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് താഴത്തോട്ട് പോകാനുള്ള ഒരു ക്യാൻഡിലായിരിക്കാം ആ ഫോം ചെയ്തത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും വലിയ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു റെഡിലോട്ടെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് അവിടെ നിന്ന് ശേഷം ഒരു റിജക്ഷൻ വരുന്നുണ്ട്, കണ്ടോ. ഇത് ജസ്റ്റ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഒന്ന് ട്രാപ്പ് ചെയ്യിപ്പിക്കാനും ഒന്ന് പേടിപ്പിക്കാനും എല്ലാം വേണ്ടിയിട്ട് മാർക്കറ്റിൽ യൂഷ്വലി സംഭവിക്കാറുള്ളൊരു കാര്യമാണത്. ഇനി ഒരു വിക്ക്, ആ ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് വലുതാണ്. സോ ഇനി നോർമലി ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം വലിയ റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്യാൻ തന്നെയാണ് സാധ്യത. യൂഷ്വലി അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ഒരു 10 കേസ് ഉണ്ടെങ്കിൽ ഒരു 6 7 ഇങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട്. വലിയൊരു മൊമെൻറ്റം മേലോട്ട് കാണിച്ചിട്ട് അതിന് ശേഷം വീണ്ടും ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് വീഴും.
അല്ല മാർക്കറ്റ് മുകളിലോട്ടാണ് പോകാൻ പോകുന്നതെങ്കിൽ അതൊന്ന് താഴേക്ക് വലിഞ്ഞിട്ടേ മുകളിലോട്ട് പോകുള്ളൂ. ഒരു റബ്ബർ ബാൻഡ് പോലെയാണ് ഈ ഒരു സിസ്റ്റം. കണ്ടോ, മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാൻഡലിൻ്റെ വിക്ക് കുറഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ കളർ മാറി റെഡ് ആയിട്ടുണ്ട്, പച്ച മാറി ചുവപ്പായി. സെല്ലേഴ്സിൻ്റെ ആധിപത്യം അവിടെ ക്ലിയറായി കാട്ടിത്തരുന്നുണ്ട്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, നമ്മുടെ പൊസിഷനിൽ, കമ്മോഡിറ്റി സെഗ്മെൻറ്റ് പൊസിഷനിൽ സെല്ലേഴ്സിൻ്റെ ആധിപത്യം ക്ലിയർ ആയിട്ട് ഇപ്പോൾ എടുത്ത് കാണാം. നെഗറ്റീവായിരുന്ന എമൗണ്ട്, മൈനസ് പോയിരുന്ന എമൗണ്ട് ഇപ്പോൾ വീണ്ടും 800 രൂപയിലോട്ട് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടെന്ന്. ഓക്കെ, ഇപ്പോൾ ട്രേഡ് എടുത്തതിന് ശേഷം കുറച്ച് സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പൊസിഷൻ നോക്കിയാൽ കാണാം 1000-ന് മേളിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വലിയ റെഡ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നുണ്ട്. സെല്ലേഴ്സ് അവരുടെ ആധിപത്യം ക്ലിയർ ആയിട്ട് കാട്ടിത്തരുന്നുണ്ട്. സെല്ലേഴ്സ് തന്നെയാണ് മാർക്കറ്റ് ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ ക്ലിയർ നോട്ടാണ് കാണുന്നത്. സോ ആ വലിയ റെഡ് ക്യാൻഡിൽസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലും അവരുടെ ചുവപ്പ് കളർ മാറുമ്പോൾ നമുക്കിവിടെ പച്ച കളർ കൂടി വരും. നമ്മുടെ എമൗണ്ട് വാല്യൂ കൂടി വരും. ഒരു 2000 രൂപ വരെ നമുക്ക് ഒന്ന് റൈഡ് ചെയ്യാം. 2000 വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, 2000 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റിനുള്ളുകൊണ്ട് തന്നെ ഒരു 2000 റുപ്പീസ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓവർ ഗ്രീഡി ആവുന്നില്ല. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ, അവിടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് ആ ഒരു മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ റെസിസ്റ്റൻസ് വീക്കായിരിക്കും, പക്ഷേ എന്നാലും നമുക്കൊരു ടാർഗറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ 2000 കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി സ്റ്റോപ്പ് ലോസ് ക്യാൻസൽ ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടായാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ മൂവ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് പ്രോഫിറ്റ് മാറി ലോസ് ആവാനും മതി. സോ നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ എത്രയിലാണോ നിൽക്കുന്നത് അതിനൊരു ജസ്റ്റ് 1 പോയിൻറ്റിലോട്ട് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നമ്മളുടെ പൊസിഷൻ ഓട്ടോമാറ്റിക്കലി സ്ക്വയർ ഓഫ് ആയിക്കോളും. അതാണ് കുറച്ചും കൂടി സേഫസ്റ്റ് മെത്തേഡ്. നമ്മൾ അല്ലാതെ പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയി മോഡിഫൈ ക്യാൻസൽ കൊടുത്തതിന് ശേഷം പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ നോക്കിയാൽ പെട്ടെന്നുള്ള സ്പൈക്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം പോകാൻ സാധ്യതയുണ്ട്. സോ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 72-ലാണ്. നമ്മൾ ജസ്റ്റ് 72-ലോട്ട് ഒന്ന് മാർക്കറ്റ് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. 1911 അറൗണ്ട് 2000-ഓളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇത് കമ്മോഡിറ്റി സെഗ്മെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ജോലിക്ക് ശേഷമാണ് ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റോളമേ സമയം എടുത്തിട്ടുള്ളൂ.